ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി ഒരു മലയാളം മൂവിയാണ്. തിയേറ്റർ റിലീസ് ചെയ്ത് നേരെ സൈന പ്ലേയിൽ റിലീസ് ചെയ്ത ചിത്രമായിരുന്നു വയസ്സ് എത്രയായി 30 എന്ന് പറഞ്ഞ ചിത്രം. പ്രശാന്ത് മുരളിയാണ് ഇതിൽ പ്രധാനമായും കാസ്റ്റിംഗ് ആയിട്ട് ലീഡ് റോളിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പപ്പൻ നെരുമ്പേട്ടയാണ് ഡയറക്ഷൻ, SU ഷിൻജിയാണ് ഇതിന് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്. പ്രശാന്ത് മുരളി കൂടാതെ മഞ്ജി പത്രോസും തുടങ്ങിയതിന് പ്രധാനമായും കാസ്റ്റിംഗായി വരുന്നുണ്ട്. ബാക്കിയൊക്കെ ഒരുപാട് പുതുമുഖ താരങ്ങളൊക്കെയാണ്, നമുക്ക് അവരുടെ പേരറിയില്ല. അപ്പോൾ ഇതിന് വയസ്സ് എത്രയായി 30 എന്ന് പറയുന്ന ഇതിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ കണ്ടൻറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതായത് 30-ന് മുകളിൽ പ്രായമുള്ള ഒരു യുവാവ് കല്യാണം കഴിക്കാൻ വേണ്ടി നടത്തുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. തുടക്കം തന്നെ സ്വന്തം സഹോദരിയുടെ കല്യാണം നടക്കുന്നതായി കാണിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ നടന്നു, നിൻ്റെ പ്രായത്തിലുള്ള കല്യാണം കഴിച്ചു തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എത്ര വയസ്സ് 30 അങ്ങനെയാണ് എൻ്റെ ടൈറ്റിൽ എഴുതി കാണിച്ചിട്ടുള്ളത്. സ്വന്തം ഇതിൽ കഥാപാത്രം അവതരിപ്പിക്കുന്ന പ്രശാന്ത് മുരളിക്ക് പോലും അറിയില്ല തനിക്ക് എത്ര വയസ്സായെന്ന്. കാരണം പലരും പറയുന്നുണ്ട് 34, 35, 31, 40 വയസ്സെന്ന് അവസാനം ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏജിലായിട്ട് നടക്കുന്ന ചെറുപ്പക്കാർ പ്രശ്നം കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ എങ്ങനെ കല്യാണം കഴിക്കണം, അപ്പോൾ ഒന്നും റെഡി ആവുന്നില്ല. ഏജിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ അടുത്തുള്ള അയൽപ്പക്കത്തെ കുറച്ച് ആൾക്കാരുടെ പ്രശ്നം, വീട്ടിലെ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം എല്ലാവരും ഭാരങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ കണ്ടന്റ് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഇതിൽ ഈ ഏകദേശം നിർമ്മൽ പാലാരുടെ അടുത്ത് ഈ രണ്ട് വ്യക്തികളും പോകുന്നുണ്ട്. പോകുമ്പോൾ ഡിവോഴ്സ് ആയിട്ടുള്ള കുറേ കേസുകൾ, അങ്ങനെ അവരെ കല്യാണം കഴിച്ച് കൊള്ളാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു പെണ്ണ് നോക്കിയായി എന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഇതിൽ എന്താ പറയുക, പണ്ടത്തെ ഒരു നമ്പർ ഉണ്ട്, കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് കേക്ക് മുറിച്ചാലെന്ന് പറഞ്ഞിട്ട് അതിൽ ഏജിൻ്റെ 40 വയസ്സെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ കല്യാണം മുടങ്ങുന്നു. അങ്ങനെ നേരെ ഒരു രക്ഷയില്ലാതെ ഇവർ നേരെ കർണാടകയിലായിട്ട് പോകുന്നു. അവിടെ ഒരു പെണ്ണായിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ഏകദേശം സെറ്റായിട്ട് വരുമ്പോൾ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഥാപാത്രത്തിൻ്റെ നായകൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. നമ്മുടെ കളച്ചറിനെ ചോദിച്ചാൽ അല്ലാന്ന് പറയുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വിഷമില്ലാതെ ഒരു കന്യാസ്ത്രീയെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. അതാണ് എൻ്റെ കണ്ടൻറ്റായി യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പിന്നീട് നാട്ടുകാരെ ഇടപെടുന്ന പ്രശ്നങ്ങളും, നീ അവളെ രജിസ്റ്റർ മാരേജ് ചെയ്യാത്ത എന്താ, നാടിൻ്റെ ചോദിച്ചില്ല, സംസ്കാരം ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇതിൽ പഞ്ചായത്ത് മെമ്പറായിട്ട് വരുന്ന നമ്മുടെ സ്ഥിരം കഥാപാത്രമായി വരുന്ന സിനിമയിൽ ദാരിദ്ര്യമായിട്ട് അവതരിപ്പിക്കുന്ന ചേച്ചിയുണ്ട്, അവരുടെ പേര് ഓർക്കുന്നില്ല. പല പടത്തിലൊക്കെ ആയിട്ട് അവർ കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. കാരണം ഒരു പഞ്ചായത്ത് മെമ്പറുടെ റോള് പുറക്കും കുഴപ്പമില്ലായിരുന്നു. പിന്നീട് നമ്മുടെ നാടിൻ്റെയും സംസ്കാരം വേണ്ടി ഈ ഡയലോഗിനെ റിപ്പീറ്റ് അടിച്ച് പോകുന്നുണ്ട്. ഇതിൽ പ്രശാന്ത് മുരളിയുടെ അഭിനയം എന്താണെന്ന് കാണണമെങ്കിൽ ഇതിൽ ക്ലൈമാക്സിൽ അടുക്കുമ്പോൾ കുറച്ച് ഇമോഷനായിട്ട് കുറച്ച് സീൻസൊക്കെ ഉണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ അളിയൻ കഥാപാത്രം ചെയ്തിട്ടുള്ള വ്യക്തി കൊള്ളാമായിരുന്നു. അതുപോലെ തന്നെ പെങ്ങളായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ കേസ് കൊടുത്ത സുന്ദരി ഓട്ടോയുടെ അതിൽ നായികയാവുന്ന ഒരു കഥാപാത്രമുണ്ട്, നമ്മുടെ സുമതല ടീച്ചർ, സുചിത്ര എന്ന് തോന്നുന്നു അവരുടെ പേര്. അപ്പോൾ അവരും പ്രധാനമായ ലീഡർ റോളിൽ വന്നിട്ട് പോകുന്നുണ്ട്. അവരും കൊള്ളാൻ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളൂ. ബാക്കി ഒട്ടും എനിക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ തോന്നിയില്ല. കാരണം യാതൊരു വിധത്തിലും എല്ലാവരും മത്സരിച്ച് വെറുപ്പിക്കുന്ന ഒരു തരത്തിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ടൈറ്റിൽ ഒരു കല്യാണത്തിൽ നിന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് ഓരോ ഡയലോഗ്, ആ ഭാഷ കോഴിക്കോട് നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. അവിടുത്തെ ഭാഷ, അതുപോലെ തന്നെ എല്ലാവരും എന്താ പറയുക, അവിടുത്തെ മുഴുവൻ ആൾക്കാർ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും മത്സരിച്ച് വെറുപ്പിച്ച് കൊളാക്കി കൈ തന്നിട്ടുണ്ടെന്നാണ് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഒരു തരത്തിലും ഇൻ്റർവെല്ലിൽ പോലും ഒരു തരത്തിൽ പോലും എന്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കാരണം ഒരു നോർമലായിട്ടൊരു പടം തന്നെയാണ്. വലിയ സസ്പെൻസ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ പോലും സാധാരണ നമ്മൾ ചിത്രം കാണുമ്പോൾ അത്യാവശ്യം ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ കണ്ടിരിക്കാൻ ഒരു തോന്നും. പക്ഷെ അങ്ങനെ ലേശം 2.5 മണിക്കൂർ ഭയങ്കര മടുപ്പാണ് അനുഭവപ്പെട്ടത്. പിന്നെ തമ്മിൽ എന്ന് പറഞ്ഞ പോലെ അവസാനത്തെ ക്ലൈമാക്സ് അത്യാവശ്യം കൊള്ളാൻ പോകുന്നത് എങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് ബിലോ ഏവറേജ് അനുഭവം ആയിട്ടാണ് വയസ്സ് എത്രയായി 30 എന്ന ചിത്രം തോന്നിയത്. എന്തായാലും സൈന പ്ലേയിലൊക്കെ ചിത്രം ലഭ്യമാണ്, കാണാത്തതുകൊണ്ട് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും എൻ്റെ കുറിച്ച് അഭിപ്രായം ഇതാണ്. അപ്പോൾ നമ്മൾ കുറേ ഈ ചിത്രം കാണാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ ചെയ്യാമെന്ന് തോന്നി. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എന്ന കാര്യം പരിഗണിക്കുക. അതായിരിക്കും ബൈ.